എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്നും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു മോഡൽ ഹാൻഡ് ബാഗ് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹാൻഡ് ബാഗ് തയ്ക്കാനായിട്ട് ഞാൻ ഇന്നും തുണി എടുത്തിരിക്കുന്നത് നമ്മുടെ സാരി വിത്ത് ബ്ലൗസ് തുണി തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ ബ്ലൗസ് പീസിന് വേണ്ടി നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ച് മാറ്റുന്ന തുണിയാണ്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസിൽ നിന്ന് ആദ്യം തന്നെ ആ ബോർഡർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആ ബോർഡർ കട്ട് ചെയ്ത് മാറ്റുന്നത് തന്നെ നമ്മൾ നമ്മുടെ ബാഗിനുള്ള വള്ളി തയ്ച്ചെടുക്കും കേട്ടോ. ഇനി നമുക്ക് റൗണ്ടിൽ വേണം നമുക്ക് ഈ തുണി കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇന്നും എനിക്ക് കൊട്ട കിട്ടിയിട്ടുണ്ട്. ആ കൊട്ട വെച്ചിട്ട് ഞാൻ വട്ടം വരയ്ക്കുകയാണ്. അപ്പോൾ റൗണ്ടിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിഫ് ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ സ്റ്റിഫ് കൂടെ റൗണ്ടിൽ കട്ട് ചെയ്ത് ഇതേപോലെ ഈ ഒരളവിലെടുത്തിട്ട് ഈ ഒരു തുണിയുടെ താഴെ വെച്ചിട്ട് നമ്മൾ തേപ്പൊട്ടി ചൂടാക്കി തേച്ച് കൊടുക്കും. പിന്നെ ലൈനിങ്ങും കൂടെ ഈ സെയിം അളവിൽ എടുക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റിഫിൻ്റെ മുകളിലേക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച തുണി ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് തേച്ച് കൊണ്ടുവരണം കേട്ടോ. പിന്നെ നമ്മൾ ആ ബ്ലൗസ് പീസിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ബോർഡർ ഇതുപോലെ ചെറുതായിട്ട് മടക്കി നമുക്ക് വള്ളിയായിട്ടും കൂടെ തയ്ച്ചെടുക്കണേ. അപ്പോൾ നമ്മൾ സ്റ്റിഫിൽ വെച്ച് തേച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ലൈനിങ്ങും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൂടെ ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ലൈനിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം നമുക്ക്. ലൈനിങ്ങും നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച് ആ റൗണ്ടിൽ വെട്ടിയെടുത്ത് ആ തുണിയും കൂടെ ചേർത്ത് വെച്ച് വേണം ഇതുപോലെ നേരെ തയ്ച്ചുകൊണ്ട് വരാൻ. അപ്പോൾ തയ്ക്കുന്നത് ഞങ്ങൾ കാണിക്കുന്നില്ല. ഇതിങ്ങനെ നേരെ ഒന്ന് തയ്ച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ ലൈനിങ്ങും നമ്മൾ സ്റ്റിഫ് ഒട്ടിച്ച തുണിയും കൂടെ ചേർത്ത് ഒരുപോലെ നമ്മൾ ഇടയ്ക്കൂടെ സ്റ്റിച്ച് ചെയ്ത് നേരെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ 2 പീസും കൂടെ ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം താഴ്ഭാഗം നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ആക്കാൻ പോകണം കേട്ടോ. ആ സ്കെയിൽ വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് താഴ്ചയിലാണ് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 2 പീസും കൂടെ ഒരുപോലെ എടുത്ത് വയ്ക്കുക. എടുത്ത് വെച്ചതിന് ശേഷം ഇനി അതൊന്ന് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയതിന് ശേഷം നമുക്ക് താഴ്ഭാഗത്തുനിന്ന് നമുക്കൊരു 3 ഇഞ്ച് അടയാളം ചെയ്യാം. ഇപ്പോൾ 2ആയിട്ട് മടക്കിയൊക്കെയാണ്. ഇനി ഒന്ന് 3 ഇഞ്ച് അളവ് ചെയ്തതിന് ശേഷം മേളിലോട്ട് നമ്മൾ ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്കൊരു 6 ഇഞ്ച് ഒന്ന് അളവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് സ്കെയിലെടുത്തിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അവിടെ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുക. അതിന് ശേഷം അതുപോലെ തന്നെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് അത്രയൊന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടും നമുക്ക് ആ ബാഗിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ 2 പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. ഇതാ ഇതുപോലെ വെച്ചിട്ട് താഴ്വശത നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതിവിടെ ഞാൻ കാണിക്കുന്നില്ല. ഇതാ അങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വേണം കേട്ടോ. ഇനി ലൈനിങ് നമുക്ക് ഈ സെയിം ആകൃതിയിൽ തന്നെ നമുക്ക് ലൈനിങ് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ആ റൗണ്ടിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ബാഗിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് വള്ളി പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് 2ആയിട്ട് മടക്കിയിട്ട് ഇതുപോലെ 4ആയിട്ട് മടക്കി കഴിഞ്ഞിട്ട് നമുക്ക് വള്ളി പിടിപ്പിക്കേണ്ട കറക്റ്റായിട്ട് സ്ഥലം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അളവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരു 2.5 ഇഞ്ച് അകലത്തിലാണ് നമ്മളിപ്പോൾ അളവ് ചെയ്യുന്നത്. താഴ്വശത്തും അതുപോലെ തന്നെ ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലെ തന്നെ 2 സൈഡും നമുക്ക് കറക്റ്റായിട്ട് അളവ് കിട്ടും കേട്ടോ. ഇനി ഈ 2 സൈഡിൽ നമുക്ക് വള്ളി പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഈ വള്ളി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് 2 സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണമേ. ഇപ്പോൾ 2 സൈഡിലും വള്ളി പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇച്ചിരി നീളമുള്ള സിബ് എടുത്തിട്ടുണ്ട് കേട്ടോ. സിബിൻ്റെ റണ്ണർ ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ 2 സൈഡിലായിട്ട് നമുക്ക് ഈ സിബ് തയ്ച്ച് വെക്കണം. ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ തയ്ച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലൈനിങ്ങും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ തയ്ച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ ആ സിബ് പിടിപ്പിക്കുന്നിടത്ത് തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ല. ആദ്യം ഇതുപോലെ 2 സൈഡിൽ നമുക്ക് സിബ് ഒന്ന് തയ്ച്ച് വെക്കാം.
രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ആ സിബ് തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് താഴ്ഭാഗത്ത് വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക. തിരിച്ച് വെച്ചിട്ട് നമ്മളിപ്പോൾ സിബ് പിടിപ്പിച്ചില്ല, ആ സൈഡിൽ കൂടെ തന്നെ ആ ലൈനിങ്ങുമായിട്ട് തയ്ച്ച് വെക്കണം. സൈഡും അതേപോലെ തന്നെ തയ്ച്ച് വെക്കണം. ആ സിബ് പിടിപ്പിച്ചേക്കുന്ന ആ സൈഡ് മാത്രം തയ്ച്ചാൽ മതി. അതിൻ്റെ അപ്പുറം ഇപ്പുറം ആ സൈഡ് നമുക്ക് തയ്ക്കേണ്ട കേട്ടോ. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വശമാക്കി എടുക്കണം. നല്ല വശമാക്കി തിരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സിബിൻ്റെ സൈഡിൽ കൂടെ നല്ല വശത്തൂടെ പതിച്ചു കൊടുത്തേക്കണം. ഇതാ ഇപ്പോൾ ഈ തയ്ക്കുന്ന ഇതേപോലെ തന്നെ രണ്ട് സൈഡ് സിബിൻ്റെ ആ സൈഡിൽ കൂടെ ഇപ്പോൾ സിബിൻ്റെ ആ നല്ല വശത്തോടെ നമ്മൾ പതിച്ച് തയ്ച്ചിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി നമുക്ക് റണ്ണർ എടുക്കാം. സിബിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് റണ്ണർ ഊരിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ഈ സിബ് ഇങ്ങനെ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് റണ്ണർ ഊരിയിട്ട് വീണ്ടും ഒന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഈ ഭാഗം ഒന്ന് ചീത്തവശമാക്കി എടുക്കണം. ചീത്തവശമാക്കി എടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെ നമുക്ക് ഇതിലൂടെ നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഈ രണ്ട് സൈഡ് നമുക്ക് ബാഗിൻ്റെ ഒന്ന് ക്ലോസ് ചെയ്താൽ മാത്രം മതി. ഇതാ ഈ താഴെ നിന്ന് തൊട്ട് രണ്ട് സൈഡും മേള് വരെ അങ്ങ് ക്ലോസ് ചെയ്യുക. രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ സിബിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഭാഗം നല്ല വശമാക്കി എടുക്കാം. എന്നിട്ട് കൈവച്ച് ഉൾഭാഗം നല്ല പോണം ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയില്ലേ, നല്ലൊരു മോഡലല്ലേ. അപ്പോൾ ഇതിന് എല്ലാവരും പറയുന്നത് ഡിസൈനർ ഹാൻഡ് ബാഗ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ ചെറിയൊരു പോക്കറ്റ് പോലെയൊക്കെ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ പോക്കറ്റൊന്നും വെച്ചില്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു മോഡലിൽ നമ്മൾ ബാഗ് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഇങ്ങനത്തെ മോഡൽ ആരും ബാഗ് തയ്ച്ചിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നാളത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ഗുഡ് നൈറ്റ്.